എന്തായാലും വെറുതിരിക്കില്ല. സ്ത്രീകൾ ഒട്ടേറെ സോഷ്യൽ രാഷ്ട്രീയ രംഗത്തേക്കും പൊതു സാമൂഹ്യ രംഗത്തേക്കും പ്രവർത്തകരായി വരണം. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ തിരിച്ചു വീട്ടിലേക്ക് ഓടിക്കയറുന്നവരല്ല സ്ത്രീകൾ. ഒരു പകലും രാത്രിയും ഒരാളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അത്രയും അപവാദങ്ങൾ സൈബർ ഇടങ്ങളിലൂടെ കേട്ട ഒരു സ്ത്രീ ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ വാക്കുകളാണിത്. പൊതുപ്രവർത്തകയായതിന്റെ പേരിൽ മാത്രം ഒരു ആൺകൂട്ടം വേട്ടയാടിയ സ്ത്രീ തന്നെ ഇതൊന്നും ഏശില്ലെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അവർ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയാണ്. LDFന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന അധ്യാപികയായ പൊതുപ്രവർത്തകയായ KJ ഷൈനിന്റെ പോരാട്ടം അതിനാൽ തന്നെ സമാനതകളില്ലാത്തതാണ്. അങ്ങേയറ്റം മലീമസമായ പ്രചാരണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈനിനെതിരെ ഉയർന്നു വന്നത്. ഒരു MLA മുൻനിർത്തി അവർ കേൾക്കേണ്ടി വന്ന അപവാദം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത് ഒരു YouTube ചാനലിലായിരുന്നു. ഇത് പിന്നെ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ പ്രചരിപ്പിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ട അപവാദം യാതൊരുവിധ വസ്തുതാന്വേഷണവുമില്ലാതെ ഒരു മാധ്യമവും പ്രസിദ്ധീകരിച്ചു. കോൺഗ്രസ് നേതാവ് VRM ഷഫീർ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KM ഷാജഹാൻ ഉൾപ്പെടെയുള്ളവർ ഇല്ലാത്ത കഥകൾ കെട്ടിഘോഷിച്ചു. പലരും പ്രത്യക്ഷമായും പരോക്ഷമായും തന്നെ KJ ഷൈനെ അവഹേളിച്ച് രംഗത്തെത്തി. എന്നാൽ ഇതിലൊന്നും തളരാതെ തനിക്കെതിരെ വന്ന ആരോപണങ്ങളുടെ മുനയൊടിച്ച് ഷൈൻ രംഗത്ത് വരികയായിരുന്നു. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയെന്ന് ഷൈൻ പറഞ്ഞതിന് പിന്നാലെ പലരും അപവാദ പോസ്റ്റ് മുക്കിയിട്ടുണ്ട്. പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ സൈബർ ആക്രമണങ്ങൾ നേരിടുന്നത് ഇതാദ്യമായല്ല. നമ്മുടെ സമൂഹത്തിലെ പോക്ക് ഈ രീതിയിൽ തന്നെയാണെങ്കിൽ അവസാനത്തേതുമാകില്ല. പക്ഷേ ഇവിടെ ഷൈൻ ടീച്ചർ പ്രതികരിച്ച രീതി പലർക്കും ധൈര്യം തരുന്നത് തന്നെയാണ്. നിലാവ് കാണുമ്പോൾ പട്ടികൾ കുരയ്ക്കും, പട്ടിക്ക് കുരയ്ക്കാതിരിക്കാനാവില്ല, നിലാവിന് ഉദിക്കാതിരിക്കാനും എന്നായിരുന്നു ആദ്യം തന്നെ ഈ ആരോപണങ്ങൾക്കെതിരെ ഷൈൻ പ്രതികരിച്ചത്. മാത്രമല്ല, താൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നുവെന്ന് ഈ സമൂഹത്തെ അറിയിക്കേണ്ടതില്ലെന്നും ഒരു വ്യക്തിക്ക് ലിംഗവ്യത്യാസമില്ലാതെ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും ഷൈൻ പറയുന്നിടത്ത് തന്നെയുണ്ട് അവരുടെ കൃത്യമായ രാഷ്ട്രീയം. അന്യന്റെ വീട്ടിൽ എന്ത് നടക്കുന്നുവെന്ന് അന്വേഷിക്കുന്ന, അതിൽ സുഖം കണ്ടെത്തുന്ന, എന്നാൽ അതിൽ നമുക്ക് പറ്റിയതൊന്നുമില്ലെങ്കിൽ കള്ളക്കഥയുണ്ടാക്കി ആത്മരതിക്കൊള്ളാൻ വെമ്പുന്ന പൊയ്മുഖങ്ങൾക്ക് നേരെയുണ്ടായ ആഞ്ഞടിയായിരുന്നു ഇത്. സൈബർ ആക്രമണത്തിൽ തകർന്ന ഒരു സ്ത്രീയല്ല താനെന്നും അതിനെ ധൈര്യമായി നേരിടാനുള്ള ശേഷിയുള്ളയാളാണെന്നും ഷൈൻ പറഞ്ഞു വെക്കുകയാണ്. അതായത് വികൃതമായ മനോനിലയുള്ളവർ ചെയ്ത അമ്പുകളൊന്നും അവിടെ ഏശിയിട്ടില്ലെന്ന് സാരം. ചിലപ്പോൾ ശക്തമായ പ്രതികരണങ്ങൾ മാത്രം മതി ഈ മനോവൈകൃതമുള്ളവർ ഓടിയൊളിക്കാൻ. അത് തന്നെയാണ് ഷൈൻ ചെയ്തതും. ഈ ആക്രമണങ്ങളെ നേരിടേണ്ടത് എങ്ങനെയെന്നറിയാത്ത അവിടെ പതറിപ്പോകുന്ന മനുഷ്യർക്കൊക്കെയും മാതൃകയാകുകയാണ് ഈ സ്ത്രീ. സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണങ്ങൾ ഇവിടെ പുത്തരിയല്ല. ഇവിടെ തന്നെ തനിക്കെതിരെ ഒരു ബോംബ് വരുന്നുവെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവ് സൂചന നൽകിയെന്ന് ഷൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ആലോചനയാണോ ഇതെന്നും ഷൈൻ സംശയിക്കുന്നുണ്ട്. അപ്പോഴും എന്തുകൊണ്ട് ഷൈൻ എന്ന ചോദ്യത്തിന് അവർ പൊതുപ്രവർത്തകയായ സ്ത്രീയാണെന്നതാണ് ഉത്തരം. സ്ത്രീകളെ ലൈംഗികമായും അല്ലാതെയും അധിക്ഷേപിക്കുന്ന കാഴ്ചകൾ പലപ്പോഴായി കാണുന്നതാണ്. 97 വയസ്സ് കഴിഞ്ഞു നിൽക്കുന്ന ലീലാവതി ടീച്ചർ സംഘപരിവാറിന്റെ സൈബർ ആക്രമണത്തിന് വിധേയയായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല. രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച റിനിക്കും രാഹുലിനെതിരെ സംസാരിച്ച ഉമ്മ തോമസിനും ഉൾപ്പെടെ സ്വന്തം പാർട്ടിയിലെ സൈബർ ഇടത്തെ പ്രവർത്തകരിൽ നിന്നും കേട്ട അവഹേളനങ്ങളും നാം കണ്ടതാണ്. രാഷ്ട്രീയം, സിനിമ, സാഹിത്യം തുടങ്ങിയ മേഖലകളിലെ സ്ത്രീകളെ അവരുടെ ആശയത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, കാഴ്ചപ്പാടിന്റെ എല്ലാം പേരിൽ അവഹേളിക്കുന്നത് ഈ സാക്ഷര സമൂഹത്തിൽ തുടർക്കഥയാക്കുകയാണ്. എന്തിനേറെ രാഷ്ട്രീയ മേഖലയിൽ ഇല്ലാത്ത, എന്നാൽ പങ്കാളികൾ രാഷ്ട്രീയക്കാരായതിനാൽ മാത്രം അവഹേളിക്കപ്പെടുന്നവരും ഇവിടെയുണ്ട്. സ്ത്രീ ആയതിന്റെ, അഭിപ്രായമുള്ള സ്ത്രീ ആയതിന്റെ പേരിൽ മാത്രം അവഹേളനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്ന നിരവധി സ്ത്രീകൾക്ക് ഊർജം പകരുന്നതാണ് KJ ഷൈനിന്റെ മറുപടികൾ. അവർ പറഞ്ഞതുപോലെ ഈ ആക്രമണങ്ങൾ ഉണ്ടായാൽ വീട്ടിൽ കയറി ഒളിക്കുന്നവരാണ് സ്ത്രീകളെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.